തൊഴുകൈകളോടെ വിശ്വാസികൾ. കൊറ്റനാട് മലനടയിൽ ഉത്സവത്തിരക്കേറി. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. ആദിദ്രാവിഡ നാഗഗോത്ര സംസ്കാരത്തിന്റെ തിരുശേഷിപ്പ്, മണ്ണിന്റെ മക്കളുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആരാധനാ കേന്ദ്രം, സൂര്യചന്ദ്രന്മാരെയും മലദൈവങ്ങളെയും പ്രകൃതിയെ തന്നെയും ആരാധിച്ചിരുന്ന പ്രാചീന ദൈവാരാധനയുടെ പുണ്യകേന്ദ്രം. ഇത് വല്ലന കൊറ്റനാട് മലനട ദേവസ്ഥാനം. ഇവിടെ ദൈവപുര സമർപ്പണവും 10ാമത് ഉത്സവവും 23-ന് സമാപിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാവാരാധനയുടെയും മലദൈവ ആരാധനയുടെയും മൂലസ്ഥാനങ്ങളിൽ ഒന്നാണ് വല്ലന കൊറ്റനാട് മലനട. കഴിഞ്ഞ 13-ന് ആരംഭിച്ച ചടങ്ങുകൾ 23-ന് സമാപിക്കും. 101 ഇളനീർ കലശം, മഹാഗണപതി ഹോമം, ദൈവപുര സമർപ്പണം, സർപ്പബലി, 101 മുറുക്കാൻ, ആദിത്യ പൊങ്കാല, കുത്തിയോട്ടം, സാംസ്കാരിക സമ്മേളനം, വിവിധ കലാരൂപങ്ങളുടെ അവതരണം തുടങ്ങിയ വിപുലമായ പരിപാടികളോടെയാണ് ഉത്സവം അരങ്ങേറിയത്. ഇത് 24 കരയ്ക്ക് അധിപനായിട്ടാണ് ഈ മല കൊള്ളുന്നത്. അപ്പോൾ ഈ ദേശം തന്നെയല്ല 8 കര. പക്ഷേ ആധിപത്യം വല്ലനയ്ക്ക്. അപ്പോൾ ഈ ദേശം, അപ്പോൾ ഇവിടെ ജാതിയോ മതമോ ഭേദമില്ല. ഏതൊരു മനുഷ്യജന്മം പിറന്ന ഏതൊരാൾക്കും ഈ ദേവാലയത്തിൽ ബന്ധകരം എല്ലാവർക്കും വേണ്ടി, സകല ചരാചരങ്ങൾക്കും വേണ്ടി കുടികൊള്ളുന്ന ഈ ദേവാലയം. മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വീക്കൻസ് കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ രാജീവ് രാജനാണ് 50 ലക്ഷം രൂപ ചിലവിട്ട് കൃഷ്ണശിലയിൽ ദൈവപുര നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ ദിവസം നടന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര താരം ഹരിശ്രീ അശോകൻ ഉദ്ഘാടനം ചെയ്തു. സുരേഷ് മംഗലത്ത് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിൽസി ബാബു, ശരൺ പി ശശിധരൻ, BJP നേതാവ് ദീപാജി നായർ, അർച്ചന കൃഷ്ണകുമാർ, മനോജ് കണിയാമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. രമേശ് പൂച്ചാക്കൽ, KS ശുഭ, ബിനു ആനന്ദ്, PR സമേരൻ എന്നിവർ വിശിഷ്ടാതിഥികളെ പൊന്നാട ചാർത്തി ആദരിച്ചു. സ്വീക്കൻസ് കമ്മ്യൂണിക്കേഷൻ മാനേജിംഗ് ഡയറക്ടർ രാജീവ് രാജ്, ചലച്ചിത്ര താരം ഫസൽ വല്ലന, ഗാനരചയിതാവ് രാജ്കുമാർ, സംഗീത സംവിധായകൻ NR സുധർമ്മദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വൈകിട്ട് 6-ന് ആഘോഷയാത്രയും വിവിധ പൂജാ ചടങ്ങുകളും കലാപരിപാടികളും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.